എല്ലാവരും കുടുംബം ഒന്നിച്ചുകൂടി ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബമൊക്കെ എവിടെയാണെങ്കിലും ആ ദൈവമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിലൂടെ ഒത്തിരി സഞ്ചരിച്ചു വെച്ചില്ല, പക്ഷേ ഒരു കാര്യവും കിട്ടിയില്ല. ലോകം മുഴുവൻ എന്തൊക്കെ ചെയ്താലും ഒരു കാര്യവും കിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെ, പിടിക്കേണ്ടവരെ പിടിച്ചാൽ മതി. പിടിക്കേണ്ട ആളെ പിടിച്ചാൽ ഒരു നിമിഷം മതി, അവൻ്റെ ജീവിതം മുഴുവൻ മാറും. ആരുടെ അടുത്തും എടുക്കാനും പോണ്ട. അവരുടെ 1000 തലമുറ വരെ അവരുടെ കടവില്ലാണ്ട് അവന് സുഖമായിട്ട് നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്ന എൻ്റെ അടുത്ത് വന്ന് പഠിച്ചാൽ തന്നെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ തമിഴ്നാട്ടോട് കൂടിയെന്ന് അത്രേ കോടി മനുഷ്യന് രക്ഷപ്പെട്ടത് ഇവിടെ വന്നപ്പോഴാണ്. അറിയ വേറെ കാലത്തിൽ വേറെ രക്ഷപ്പെട്ടില്ല. അന്വേഷിച്ച് നോക്കി ശരിയാവും. ഞങ്ങൾക്ക് കടത്തണം പറയാനില്ല. അതായത് കേരളത്തിലെ ഒരു ധ്യാന സഭയിലും ഇതുപോലത്തെ ഒരടയാളങ്ങളോ അത്ഭുതമോ ഇന്ന് വരെ സഭയിൽ നടന്നിട്ടില്ല. ഈ അടയാളം മുഴുവൻ നടന്നത് നമ്മളെ കൂടി തന്നെയാണ്. സഭയിൽ ഏറ്റവും കൂടുതൽ അമാര രോഗം സഭയ്ക്ക് ആയിരക്കണക്കിന് വ്യക്തികൾ രക്ഷപ്പെട്ടതും, ആയിരക്കണക്കിന് വ്യക്തി ജോലി ഉണ്ടായതും, ആയിരക്കണക്കിന് വ്യക്തി വീടുണ്ടായതും, ആയിരക്കണക്കിന് വ്യക്തിക്ക് ജീവിതം ഉണ്ടായതും ഒക്കെ കർത്താവിന്റെ കുഞ്ഞു കുഴത്തിൽ വന്നപ്പോഴാണ്. അതാ അത് നമ്മൾ കണ്ടത് എവിടെ? യേശു പറഞ്ഞ എവിടെയാ? ആറ്റംതൊഴുത്തിൽ പിടിച്ചോട്ടിയില്ല, വലിയ കൊട്ടാരത്തിലല്ല. അവിടെ ഒരുപാട് ആഡംബരം നടത്തി സ്വന്തക്കാഴ്ചയും പഠിച്ച് അതും പഠിച്ച് ഇതും പഠിക്കുന്നിടത്ത് ഈ വ്യക്തി ഉണ്ടാകുന്നതല്ല. ആരുടെയ 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 അതാ പറ്റിയത്. ആരുടെയ? യേശുവിന് നന്ദി, യേശുവിന് നന്ദി. ഇവൻ ഉണ്ടാവണമെങ്കിലേ ഇങ്ങനെ ആർക്കും വേണ്ടാത്ത കൂടാരത്തിലും ആർക്കും വേണ്ടാത്ത ഹൃദയത്തിലും ആർക്കും വേണ്ടാത്ത തോളിൽ ഏറ്റിക്കൊണ്ട് പോകണ എന്റെ ഗുരുവാ. ആരുടെയ? നാട്ടുകാർ കുറ്റം പറയും, പക്ഷെ അവൻ കുറ്റം പറയില്ല, അവൻ തോളിൽ എടുത്തുകൊണ്ട് പോകും. ആരുടെയ? അതാണ് വേണ്ടത്. 99 നീതിമാന്മാരെ വിട്ടിട്ട് കർത്താവ് രക്ഷപ്പെടുന്നത് ആർക്കും വേണ്ടാത്ത വ്യക്തിയാണ്. ആർക്കും വേണ്ടാത്ത വ്യക്തിയാ പോയി രക്ഷപ്പെട്ടുകൊണ്ടാണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ, അവിടെ അടിപൊളി മേഖലകൾ ഒരുപാട്. അതായത് യേശു വചനത്തിൽ പറയുന്നത് ഉത്സവ മേഖലയിൽ ഞാൻ ഉണ്ടാവുന്നതല്ലെന്ന. അരുളിയ വലിയ വലിയ ആൾക്കൂടുതലും വലിയൊരു പെരുന്നാളും വലിയ മേഖല യേശു ഇല്ലെന്ന. അരുളിയ എനിക്കറിയാം യേശു ഇല്ലെന്ന. അരുളിയ ഒരു വലിയ പെരുന്നാൾ വലിയ പരിപാടി നടത്തുന്നതിന് 5-6 വർഷം മുമ്പ് പുള്ളി അവിടെ തടിയെ പോകും. അരുളിയ എന്താണെന്നറിയാവോ? ഒരു സ്വാമി എന്നോട് പറഞ്ഞു, ഉത്സവങ്ങളും പെരുന്നാളും നടത്തിയ പിന്നെ അവിടെ ദൈവം അല്ലെങ്കിൽ ഒരുക്കോലും മണ്ണ് തുടിഞ്ഞെടുത്ത് കളയണം, എന്നാലേ ദൈവം വരുള്ളൂ. എന്താ അതിന്റെ കാര്യം? എന്താ? പെരുന്നാൾ ഉത്സവം നടക്കുമ്പോൾ ആ സ്ഥലം എന്തായി? അശുദ്ധമായി പോയി. പട്ടണത്തിൽ തോന്നിയോ ഇടം നയിച്ചിട്ട് ദൈവം അവിടെ ഉണ്ടാവുന്നതല്ല. അവിടെയ ദൈവം വസിക്കുന്ന സ്ഥലം എവിടെയാ? ദൈവം വസിക്കുന്ന സ്ഥലം എവിടെയാന്നാ പറഞ്ഞത്? ഗ്രന്ഥത്തിലൊക്കെ എഴുതിയേക്കുന്ന എവിടെയാന്നാ? വിശുദ്ധിയുള്ള ഇടത്തിൽ, നല്ല ഹൃദയത്തില്, നല്ല സ്ഥലത്ത്. അവിടെ കക്കൂസിലൊക്കെ പോയി ദൈവം വസിച്ചു. അതുകൊണ്ടാണ് ഒത്തിരി സമയം ഞാൻ ബന്ധമുണ്ട്, ഒരുപാട് സമയം. അപ്പൊ ഒരു നല്ല എന്നുള്ള സ്വാമിയോട് ആ സ്വാമിയാണ് പറഞ്ഞത്, മാസ്റ്ററെ ഒരു പള്ളിയിലോ ഒരു അമ്പലത്തിലോ ഉത്സവം നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരുക്കോൽ മണ്ണ്, അമ്പലപ്രദേശത്ത് ഒരുക്കോൽ മണ്ണ് കുഴിച്ചു മാറ്റി JCB വേറെ എവിടെ കൊണ്ടിട്ടാല് അവരാരും വരുള്ളൂ. മലിനമായിപ്പോയി അവിടെ മുഴുവൻ. പറഞ്ഞല്ലോ, മലിനമായടുത്ത് ദൈവം വസിക്കുന്നതല്ല. അവിടെ നമ്മുടെ ഹൃദയമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയണം. എന്തെങ്കിലും കാണുന്നിട്ട് നമുക്കൊരു പുതിയ ശിക്ഷയായി മാറണം, ഒരു പുതിയ ജീവിതമായി മാറണം. നമുക്ക് 5ാമത്തെ രഹസ്യത്തിൽ ഇവിടെ നമുക്ക് കാണണം.